അപ്പൊ ഇപ്പൊ ടെസ്സാണെങ്കിലും സിനിമ എന്ന് പറഞ്ഞ ജോലിയൊക്കെ വിട്ടിട്ട് സിനിമയിലോട്ട് വന്ന ഒരാളാണ്. വർഷത്തോളം അതിന് വേണ്ടിട്ട് ചെയ്ത വർക്ക്സ് ഏതൊക്കെയാന്ന് അറിയാമോ? ഞാൻ ചെയ്ത വർക്കുകൾ സ്വർഗത്തിലെ കട്ടുറുമ്പില് ഗ്യാൻ ശ്രീനിവാസിലെ കൂട്ടുകാരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർമ്മ ചിത്രത്തിലും കൂട്ടുകാരത്തിയായിട്ട് നായികയുടെ കൂട്ടുകാരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടപ്പാടത്തെ മാതൃകയില് നായികയുടെ അമ്മയായിട്ട് ശിവാജി ഗുരുവായൂരുടെ ഒപ്പം സാറിൻ്റെ ഒപ്പമായിരുന്നു അതിൻ്റെ സീക്വൻസ്. അപ്പോൾ അതിലെന്നെ അമ്മയാക്കി എടുത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് പൈസയൊക്കെ ആക്കി എടുത്ത്. പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് 5Bയിൽ അമ്മയായിട്ട് ചെയ്തു, 2 പിള്ളേരുടെ അമ്മയായിട്ട്. പിന്നെ കുരുപ്പാപ്പ ലാൽ ജോസ് സാറും മുക്ത ചേച്ചി മിനി സാറൊക്കെ ഉള്ളതിൽ റിപ്പോർട്ടറായിട്ട്, പിന്നെ ഹണ്ടിൽ റിപ്പോർട്ടറായിട്ട്, പിന്നെ സെപ്റ്റംബർ 13 എന്ന് പറഞ്ഞൊരു കന്നഡ പടം, അതിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട്, അപ്പോൾ പിന്നെ പേപ്പട്ടി എന്ന് പറഞ്ഞ പടത്തിലൊരു കോളനി മെമ്പറായിട്ട്. ഇത്രയും പടങ്ങളൊക്കെ നിലവിൽ റിലീസായിട്ടുള്ളത്. ഇനിയും കുറച്ച് പടങ്ങൾ റിലീസാവാനുണ്ട്. എങ്ങനെയായിരുന്നു ഇതിലൊക്കെ എക്സ്പീരിയൻസ്? ഇപ്പോൾ എന്തായിരുന്നു മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ്? മോള് ഇങ്ങനെ സിനിമ ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് അത് അങ്ങനെ പ്രതീക്ഷിച്ചില്ല വാസ്തവത്തിൽ. അങ്ങനെ ലെവലിലേക്ക് വിടണം നിങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ഷി വാസ് വെരി മച്ച് ഓൺ ഇറ്റ്. പിന്നെ ഞങ്ങൾ വിട്ടെടുത്ത്. എന്നാലും ജോലി ഇപ്പോ പൊതുവെ പറയും ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോ അവർക്ക് ഒരു ആക്ടിങ് ഒക്കെ പറയുമ്പോ അയ്യോ കരിയർ നഷ്ടപ്പെടുമെന്നൊരു ടെൻഷനും കൂടി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ജോലി വിട്ടിട്ട് ഇതിലോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോഴുള്ള റിയാക്ഷൻ എന്തായിരുന്നു? കംപ്ലീറ്റ് ആയിട്ട് വിടുകയല്ല ചെയ്തത്, ലോങ് ലീവ് ആയിട്ട് എടുക്കുക ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് റീജോയിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ലോങ് ലീവ് എടുത്ത് റീജോയിൻ ചെയ്തതാണ്. ഇപ്പൊ അപ്പൊ അതൊരു റിസ്ക് മാറ്ററും കൂടി അല്ലേ? അപ്പൊ എങ്ങനെ നിങ്ങക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലുണ്ട്. ഭയങ്കര പാടാണ് രണ്ടും ബാലൻസ് ചെയ്യാൻ. IT ഫോം എന്ന് പറഞ്ഞാൽ നല്ല വർക്ക് പ്രഷർ ഉള്ളതാണ്. നമുക്ക് ഡെഡ് ലൈൻസും കാര്യങ്ങളും ടാർഗറ്റ് ഒക്കെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ലീവ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ല. പിന്നെ നമ്മളിങ്ങനെ കുറെ ശ്രമിച്ച് അവസാനം ഒരു പ്രോജക്റ്റും ഡിപ്പെൻഡൻസി ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ട്, 1 in 5 years എടുത്താമെന്നൊക്കെ പറഞ്ഞാൽ ആ പ്രൊവിഷൻ വെച്ച് എടുത്തത്. അപ്പൊ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഭയങ്കര നല്ലതായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ഏതാണ്? ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും? അമ്മ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്തതിൽ എനിക്ക് അത്യാവശ്യം സംതൃപ്തി തോന്നിയ ക്യാരക്ടേഴ്സാണ്. പിന്നെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ടീച്ചറായിട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം അമ്മ ടീച്ചറായിട്ട് ഇവിടെ അത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ കൂട്ടുകാരത്തിയായിട്ട് ചെയ്തതും നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എടുത്തു പറയാൻ അപ്പൊ ഈ ക്യാരക്ടറുകളൊക്കെ എല്ലാ ക്യാരക്ടറും നല്ല തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് ഓരോ സെറ്റിൽ പോകുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടമാണ്.